നമസ്കാരം, എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അടുത്തിടെ ഞാൻ വീണ്ടും പഴയ നോവലുകൾ വായിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് MT വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന നോവലാണ്. അപ്പോൾ അതിങ്ങനെ വായിച്ചപ്പം ആ പഴയ ഒരു സ്റ്റോറീസിൽ അല്ലെങ്കിൽ നോവൽസിലുണ്ടായിരുന്ന ഒരു ഡെപ്ത്ത് അതെത്ര അധികമായിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് അപ്പോഴാണ് ആലോചിച്ചത്. ഞാൻ വലിയ ആക്ഷൻ അല്ലെങ്കിൽ വലിയ ഡയലോഗ്സ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് വളരെ മനുഷ്യത്വമുള്ള വളരെ സാധാരണക്കാരായ മനുഷ്യരുടെ സാധാരണ ജീവിതം അതായിരുന്നു ഇതുപോലുള്ള നോവൽസിൽ പറഞ്ഞിരുന്നത്. അവരുടെ ചെറിയ വേദനകൾ, കുറ്റബോധങ്ങൾ, അതുപോലെ പ്രണയം, ഇതെല്ലാം വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നും. നമ്മുടെ സാഹിത്യത്തിൽ റഷ്യൻ സാഹിത്യത്തിന് വലിയൊരു സ്വാധീനം ഉണ്ടായിരുന്നു. അത് കമ്മ്യൂണിസവും അതുപോലെ കമ്മ്യൂണിസം ഇവിടെ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിന് വലിയൊരു സ്വാധീനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഇതേപ്പറ്റി നിങ്ങളോട് സംസാരിച്ചു കൂടാന്ന്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് റഷ്യൻ സാഹിത്യവും അത് മലയാള സാഹിത്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇൻഫ്ലുവൻസിനെ പറ്റിയിട്ടാണ്. റഷ്യൻ സാഹിത്യത്തിൽ കാണാൻ പറ്റുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് സാമൂഹിക ബോധമാണ്. മാക്സിം ഗോർക്കി പോലുള്ള എഴുത്തുകാർ സാധാരണ മനുഷ്യരുടെ പോരാട്ടങ്ങളെ പറ്റിയാണ് എഴുതിയിരുന്നത്. MTയുടെ അപ്പുണ്ണി അതുപോലെ തന്നെയാണ്. തൻ്റെ ജീവിതത്തിൽ നിലനിൽക്കാനുള്ള പോരാട്ടം നടത്തുന്ന ഒരാളാണ് അയാൾ. ഒരു കാലത്ത് മലയാള നോവലുകൾ കൂടുതലും കുടുംബകഥകളും പ്രണയകഥകളും അല്ലെങ്കിൽ രാജാക്കന്മാരെ പറ്റിയും രാജവംശങ്ങളെ പറ്റിയും ഒക്കെ ആയിരുന്നു, അല്ലെങ്കിൽ പുരാണങ്ങളുമായിട്ട് കണക്ഷനുള്ള കഥകളായിരുന്നു. 1950 അതായത് 30കളിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് 50-60കളിലേക്ക് എത്തിയപ്പോഴേക്കും, പ്രത്യേകിച്ച് 63 ആയപ്പോഴത്തേക്കും റഷ്യൻ സാഹിത്യം കേരളത്തിലേക്ക് എത്തിത്തുടങ്ങി. റഷ്യൻ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് തർജിമ ചെയ്ത് എഴുത്തുകാരുടെ കാഴ്ചപ്പാട്, അതായത് നമ്മുടെ കേരളത്തിലെ എഴുത്തുകാരുടെ കാഴ്ചപ്പാട് ഇത് വായിച്ച് വളരെയധികം മാറി. റഷ്യയിലെ ദിഗ്ഗജരായിരുന്ന എഴുത്തുകാരാണ് ടോൾസ്റ്റോയ്, ദോസ്തോവ്സ്കി ആൻഡ് ചെഖോവ്. ഈ 3 പേരും മലയാള മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 3 എഴുത്തുകാരാണ്. ടോൾസ്റ്റോയ് മനുഷ്യസ്നേഹം, കരുണ, ആത്മീയത ഇതിനെപ്പറ്റിയാണ് കൂടുതലായിട്ടും സംസാരിച്ചിട്ടുള്ളത്. ദോസ്തോവ്സ്കി ആവട്ടെ മനുഷ്യൻ്റെ ഉള്ളിലെ സംഘർഷം, കുറ്റബോധം, തെറ്റുകൾ, അതായത് ഫ്ലോസ്, മനുഷ്യൻ്റെ കുറവുകൾ, അതാണ് നമ്മുടെ കുറവുകൾ അല്ലെങ്കിൽ നമ്മുടെ കുറ്റങ്ങളുമാണ് നമ്മളെ മനുഷ്യരാക്കി മാറ്റുന്നത് എന്നെടുത്ത് കാണിച്ച റൈറ്ററാണ് ദോസ്തോവ്സ്കി. അതുപോലെ ചെഖോവ്, അതായത് സാധാരണക്കാരൻ്റെ ജീവിതവും അതുപോലെ ആ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചു കൊച്ചു സങ്കടങ്ങളും അതുപോലെ സ്നേഹവും നിറഞ്ഞ കഥകളാണ് ചെഖോവ് എഴുതിയിരിക്കുന്നത്. ഇവരുടെ ഒന്നും വർക്ക്സിൽ നമുക്കൊരു ഹീറോയിക് ആയിട്ടുള്ള ഒരു നായകനെ കാണാൻ കിട്ടില്ല. എല്ലാവരും സാധാരണ മനുഷ്യരാണ്. അതാണ് മലയാളികളെയും അതുപോലെ മലയാളത്തിലെ എഴുത്തുകാരെയും ആകർഷിച്ച ഒരു ഘടകം. ആ സമയത്ത്, അതായത് ഒരു 60s 60കളിൽ റഷ്യയിലെ പ്രോഗ്രസ് പബ്ലിഷേഴ്സ് എന്ന പ്രസാധകർ മലയാളത്തിൽ 100 കണക്കിന് റഷ്യൻ പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തു. പ്രോഗ്രസ് പബ്ലിഷേഴ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് റൺ പബ്ലിഷിംഗ് ഹൗസാണ് മോസ്കോയിലെ. ഈ സോവിയറ്റ് യൂണിയൻ്റെ കീഴിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു പബ്ലിഷിംഗ് ഹൗസ് ആയിരുന്നു. അത് ഫൗണ്ട് ചെയ്തത് 1931 കൂടുതലായിട്ട് ഇവ പബ്ലിഷ് ചെയ്തിരുന്നത് റഷ്യൻ ലിറ്ററേച്ചർ, അതുപോലെ സോവിയറ്റ് യൂണിയൻ്റെ പ്രൊപ്പഗാൻഡ, പിന്നെ സോവിയറ്റ് യൂണിയൻ്റെ കീഴിൽ നടന്ന സയൻറ്റിഫിക് വർക്കുകളെക്കുറിച്ചും ഫോറിൻ ലാംഗ്വേജിലേക്ക് തർജ്ജിമ ചെയ്ത് ഇവർ ബുക്കുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇപ്പം ഇന്നത്തെ കാലത്ത് ഈ ഒരു പബ്ലിഷിംഗ് ഹൗസ് നിലവിലില്ല. എന്നാലും അവരുടെ കൃതികൾ ഇപ്പോഴും നമുക്ക് സെക്കൻഡറി ഔട്ട്ലെറ്റ്സിലൂടെ നമുക്കിപ്പോഴും വാങ്ങിക്കാവുന്നതാണ്. ഇതിൽ റഷ്യൻ ലിറ്ററേച്ചർ കൂടാതെ കമ്മ്യൂണിസത്തെ പറ്റിയും അതുപോലെ USSRൻ്റെ ഒരു ഐഡിയോളജിയെ പറ്റിയും ഈ ഒരു പബ്ലിഷിംഗ് ഹൗസിൻ്റെ ബുക്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. കമ്മ്യൂണിസം ഒരു ഗ്ലോബലൈസേഷൻ്റെ പശ്ചാത്തലത്തിൽ സോവിയറ്റ് സാഹിത്യത്തിൻ്റെ വിവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ലെനിൻ്റെ കാലഘട്ടത്തിൽ ലോക വിപ്ലവവും അതുപോലെ സോവിയറ്റ് കമ്മ്യൂണിസവും പ്രചരിപ്പിക്കുന്നതിനായിരുന്നു ഇതിൻ്റെ ഒരു ലക്ഷ്യം. സ്റ്റാലിൻ്റെ കാലത്ത് ഒറ്റപ്പെടലും ഏകദേശം ഒരു രാജ്യത്തിലെ സോഷ്യലിസം എന്ന പ്രഥമ തല നയവും സ്റ്റാലിൻ്റെ മരണത്തിന് ശേഷം സോവിയറ്റ് യൂണിയൻ വീണ്ടും കമ്മ്യൂണിസ്റ്റ് ഗ്ലോബലൈസേഷൻ വളർത്താൻ തുടങ്ങി. രാജ്യങ്ങൾ തമ്മിൽ സഹകരിക്കാനും അതുപോലെ സാംസ്കാരിക ബോധവും മൂല്യബോധവും മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനും ശ്രമിച്ചു. 1966 മുതൽ സോവിയറ്റ് സർക്കാർ റഷ്യൻ കൃതികളെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ തുടങ്ങി. മോസ്കോ ആസ്ഥാനമായ പ്രോഗ്രസ് പബ്ലിഷേഴ്സിൻ്റെ പ്രത്യേക മലയാള പരിഭാഷകരെ ഉൾപ്പെടുത്തിയിട്ടാണ് അവരത് ചെയ്തത്. അതായത് G. ഗോപാലകൃഷ്ണൻ, ഓമന, ഈ 2 പേരായിരുന്നു പ്രധാനമായിട്ടും റഷ്യൻ കൃതികൾ തർജ്ജിമ ചെയ്തിരുന്നത്. അതായത് ഇവർ രണ്ടുപേരും കൂടെ 192 റഷ്യൻ കൃതികൾ വിവർത്തനം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ നോവൽ, ചെറുകഥകൾ, ആശയശാസ്ത്രവും അതുപോലെ പ്രത്യയശാസ്ത്രവും എല്ലാം ഉൾപ്പെട്ടിരുന്നു. അതുപോലെ 1982 കുട്ടികളുടെ സാഹിത്യത്തിനെ പ്രത്യേകിച്ച് റദൂഗ പബ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഹൗസ് രൂപീകരിക്കുകയുണ്ടായി. പ്രഭാത് ബുക്ക് ഹൗസ് വഴിയാണ് ഇവ വിതരണം ചെയ്തത്. അതായത് സോവിയറ്റ് നാടോടി കഥകൾ എന്ന പേരിൽ ഇത് അന്നത്തെ കാലത്ത് വളരെ പ്രശസ്തമായിരുന്നു. അതുപോലെ മനോഹര ചിത്രങ്ങൾ, ഇലസ്ട്രേഷൻസ് കൊണ്ട് അലങ്കരിക്കപ്പെട്ട് സബ്സിഡിയിലൂടെ വില കുറഞ്ഞ നിരക്ക് കേരളത്തിൽ ഇത് വളരെയധികം ജനപ്രിയമായിരുന്നു. ഗ്രാമ ലൈബ്രറികളിലും അതുപോലെ വീടുകളിലും ഈ പുസ്തകങ്ങളെത്തി. ആ വായന ഈ മലയാള എഴുത്തുകാരെ
പ്രത്യേകിച്ച് ഒരുപാട് സ്വാധീനിച്ചു. അങ്ങനെയാണ് അവർ ജീവിതം വലിയ സംഭവങ്ങൾ അല്ലെങ്കിൽ ഹീറോയിസം അല്ല, മറിച്ച് സാധാരണ മനുഷ്യന്റെ ജീവിതമാണ് കഥയുടെ അടിസ്ഥാന ഘടകം എന്ന് മനസ്സിലാക്കിയത്. തകഴി ശിവശങ്കരപിള്ള, MT വാസുദേവൻ നായർ, OV വിജയൻ എന്നിവരുടെ എഴുത്തിൽ റഷ്യൻ സ്വാധീനം വളരെ വ്യക്തമാണ്. തകഴിയുടെ കഥകളിൽ സമൂഹം മനുഷ്യനെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്ന് കാണാം. MTയുടെ നായകർ തങ്ങളുടെ ജീവിതത്തിലെ നഷ്ടങ്ങളെ നേരിടുന്ന സാധാരണ ആളുകളാണ്. OV വിജയന്റെ ഖസാക്കിന്റെ ലോകം മനുഷ്യന്റെ ഉള്ളിലെ ശൂന്യതയെക്കുറിച്ചും അതുപോലെ നിരീശ്വരവാദത്തെ പറ്റിയും ആണ് പറഞ്ഞു വയ്ക്കുന്നത്. അതായത് അതിലൊക്കെ ഒരു കമ്മ്യൂണിസത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ റഷ്യൻ സാഹിത്യം മലയാളി എഴുത്തുകാർക്ക് വലിയൊരു പാഠം പഠിപ്പിച്ചു. കഥയുടെ ഹൃദയം മനുഷ്യനാണ്. അവൻ്റെ ചിന്തകളും കുറ്റങ്ങളും കുറവുകളും സംശയങ്ങളും തന്നെയാണ് യഥാർത്ഥ നാടകങ്ങളായിട്ട് മാറേണ്ടത്. അതുകൊണ്ട് ഇന്നത്തെ മലയാള സാഹിത്യത്തിലെ കഥാപാത്രങ്ങൾ പൂർണ്ണമായും സത്യസന്ധമായ ആളുകളായിട്ട് തോന്നുന്നത് അവർ നമുക്ക് ചുറ്റുമുള്ളവരാണ്, ചിലപ്പോൾ നമ്മളാണെന്ന് വരെ നമുക്ക് തോന്നുന്നത് ഈ ഒരു ഇൻഫ്ലുവൻസിൻ്റെ ആ ഒരു എഫക്റ്റാണ്. ഒരു കർഷകനായാലും ഒരു അധ്യാപകനായാലും ഒരു ജോലിയില്ലാത്ത ചെറുപ്പക്കാരനായാലും അവരുടേതായ പോരാട്ടങ്ങൾ വിലപ്പെട്ടവയാണ്. ചെക്കോവിൻ്റെ അതേ ഭാവം പല മലയാള നോവൽസിലും നമുക്ക് ഇന്നും കാണാൻ സാധിക്കുന്നു. റഷ്യൻ സ്വാധീനം മൂലം മലയാള സാഹിത്യം കൂടുതൽ മനുഷ്യത്വമുള്ളതായി മാറുന്നു. അതായത് ഒരു രാജാവിൻ്റെ കഥ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോയുടെ പോലത്തെ ഒരു ക്യാരക്ടറുടെ കഥയിൽ നിന്നും മാറി വളരെ സാധാരണക്കാരായ ജീവിതങ്ങളും അവരുടെ കഷ്ടപ്പാടുകളും നറേറ്റ് ചെയ്യുന്നതായിട്ട് മാറിയത് ഈ ഒരു റഷ്യൻ ഇൻഫ്ലുവൻസ് കാരണമാണ്. ഒരു പ്രണയം നഷ്ടപ്പെടുന്നതിൻ്റെ വേദന, ഒരു വാക്ക് മനസ്സിൽ സൃഷ്ടിക്കുന്ന വികാരം, ഒരാളുടെ ആത്മാഭിമാനം തകർക്കപ്പെടുന്നതും അതിൻ്റെ ആഘാതങ്ങളും ഇവയെല്ലാം മലയാള സാഹിത്യത്തിൻ്റെ എഴുത്തിൻ്റെ തന്നെ മുഖം മാറ്റിമറിച്ചു. റഷ്യൻ എഴുത്തുകാരൻ നമ്മെ പഠിപ്പിച്ച ആ ഒരു വലിയ കാര്യമെന്ന് പറയുന്നത് ജീവിതം വലുതാകാൻ വെളിച്ചവും ആഡംബരവും ഒന്നും വേണ്ട, മനുഷ്യത്വം മാത്രം മതി. ഓൾറെഡി മലയാള ജീവിതം എന്ന് പറയുന്നത് എസ്പെഷ്യലി 2000-ന് മുമ്പ്, അതായത് 2000s മുമ്പ് വളരെ ലളിതമായിരുന്നു. ഇന്നത്തെ ആഡംബരവും ഭ്രമവും അതുപോലെ അഹങ്കാരവും ഷോ ഓഫും ഒന്നും തന്നെ അന്നില്ലായിരുന്നു. അതൊക്കെ അന്നത്തെ സാഹിത്യത്തിലും നിഴലിച്ചിരുന്നു. അങ്ങനെ ഇന്നും മലയാള കഥകളിലെ ആ റഷ്യൻ ആത്മാവ് ഒരു മൂടൽമഞ്ഞ് പോലെ നിലനിൽക്കുന്നു. ചിന്തിപ്പിക്കുന്നതും അതുപോലെ നമ്മുടെ ഹൃദയത്തോട് അടുക്കുന്നതുമായുള്ള സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ ബഹുമാനിക്കുന്ന ഒരു ഇമോഷനായി ഈ സ്വാധീനം ഇപ്പോഴും നിലനിൽക്കുന്നു. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ഞാൻ ആശംസിക്കുന്നു. റഷ്യൻ സാഹിത്യത്തെക്കുറിച്ചും അതുപോലെ അതിൻ്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ചും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നന്ദി, നമസ്കാരം.